എല്ലാം തകർത്ത രാത്രി രണ്ടാം ഭാഗം. അവരാച്ചൻ അടുത്തേക്ക് വരുംതോറും കത്രീനാമ്മയ്ക്ക് നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. സിസിലി കത്രീനാമ്മയുടെ പിന്നിലേക്ക് മാറി നിന്നു. കത്രീനാമ്മയ്ക്ക് തൻ്റെ നെഞ്ചിടിപ്പ് നന്നായി കേൾക്കാമായിരുന്നു. എന്തിനാണ് താൻ ഭയപ്പെടുന്നത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും നാട്ടിലെല്ലാവരും ഭയപ്പെടുന്ന ഒരു ഗജപോക്കിരിയാണ് തൻ്റെ നേരെ വരുന്നത്. ഏതായാലും ലക്ഷ്യം തങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണ് എന്ന് വളരെ വ്യക്തമാണ്. അതോടെ പേടി വളരെ കൂടുകയും ചെയ്തു. ഓടിയിട്ട് കാര്യമില്ല, രക്ഷപ്പെടാൻ പറ്റില്ല. എന്തായാലും തങ്ങളെ നേരിട്ട് ഉപദ്രവിക്കാനൊന്നും ആയിരിക്കില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും പറയാനായിരിക്കും. പറഞ്ഞിട്ട് പോകട്ടെ. ചോദിക്കുന്നതിന് മറുപടി കൊടുക്കാം, അത്ര തന്നെ. വരുന്നത് വരട്ടെ. നിങ്ങളിത്ര ഭയപ്പെടുകയും മറ്റും വേണ്ട. എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര വല്ലാത്തവനൊന്നുമല്ല. ഒരു പാവം മനുഷ്യൻ. എല്ലാവരും കൂടി എന്നെ അങ്ങനെ മോശമാക്കിയതാണ്. പിന്നെ ഇങ്ങോട്ട് കോടി ചോദിക്കുന്ന ഒരുത്തനെയും ഞാൻ വെറുതെ വിടുകയുമില്ല. അത് വേറെ കാര്യം. ഇയാൾ പാവമാണെന്നൊക്കെ എന്തിനാ തന്നോട് പറയാൻ വരുന്നത്? തങ്ങൾക്കാർക്കും ഇതൊന്നും അറിയാൻ ഒരു താല്പര്യവുമില്ലല്ലോ. പിന്നെ അയാൾ പറയുന്നത് പോലെ അയാളോട് കോടി ചോദിക്കാനൊന്നും തങ്ങളാരും പോകുന്നുമില്ല. വഴിയെ മര്യാദയ്ക്ക് പോകുന്ന രണ്ട് പെൺകുട്ടികളല്ലേ തങ്ങൾ. അവരെ തടഞ്ഞു നിർത്തി ന്യായം പറയേണ്ട കാര്യം ഇയാൾക്കെന്താണുള്ളത്? അയാൾ പാവമായിരിക്കും, വല്ലാത്തവനായിരിക്കാം. ഏതവനായാലും തനിക്കൊന്നുമില്ല. ഞങ്ങൾ പഠിക്കാൻ പോയി വരുന്നതാ. ഞങ്ങൾക്ക് ആരോടും കോടി ചോദിക്കാൻ പോകാനും താല്പര്യമില്ല, വഴക്കുണ്ടാക്കാനും താല്പര്യമില്ല. ഞങ്ങൾക്ക് തടസ്സമായി വഴിയിൽ നിൽക്കാതെ ചേട്ടനങ്ങ് മാറിത്തന്നാൽ മതി. ഞങ്ങളങ്ങ് പൊക്കോളാം. അയാൾ കോടി ചോദിക്കാനൊന്നും വന്നതല്ലെങ്കിലും അവളോട് പറയാനുള്ള കാര്യങ്ങൾ പറയാതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ചോദിക്കാൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് അവരാച്ചൻ ചോദിച്ചിരിക്കും, അല്ലാതെ വിടില്ല. എനിക്ക് കത്രീനാമ്മയോട് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ആ കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഉള്ളത് നേരെ അങ്ങ് പറഞ്ഞേക്കാമല്ലോ. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നീയും എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാകും. അയ്യട, കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു മുതൽ നാഴികയ്ക്ക് 40 വട്ടം ജയിലിലായിരിക്കും. ബാക്കി കാലം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും തല്ലുകൊണ്ട് എവിടെയെങ്കിലും കിടക്കുകയായിരിക്കും. അവനെയാണ് കല്യാണം കഴിക്കേണ്ടത്. നീ സമ്മതിച്ചു കഴിഞ്ഞാൽ നിൻ്റെ അപ്പനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിനക്കിനി ആലോചിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞ് പറഞ്ഞാലും മതി. പെട്ടെന്ന് തന്നെ പറയണമെന്നില്ല. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അതുകൊണ്ടാണ്. ഇക്കാര്യത്തിൽ അത്ര കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല എന്ന് പറയുകയാണ് വേണ്ടത്. അപ്പോൾ മുൻപിൽ നിൽക്കുന്ന ചെകുത്താൻ അവിടുന്ന് മാറി തന്നില്ലെങ്കിൽ ഒരു പ്രശ്നമല്ലേ? അതല്ല, ഇനി അയാൾക്ക് മറ്റെന്തെങ്കിലും ചെയ്യാനാണ് തോന്നുന്നതെങ്കിൽ അത് മറ്റൊരു പ്രശ്നം. ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. ഒരാൾക്ക് ഇഷ്ടം മനസ്സിൽ നിന്ന് തോന്നുകയാണ് വേണ്ടത്, അല്ലാതെ പറഞ്ഞ് ഉണ്ടാക്കുകയല്ല. എനിക്കേതായാലും ചേട്ടനെ ഇഷ്ടപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിന് ഞാൻ പരിശ്രമിച്ചാലും സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ചേട്ടൻ ഒരു കാര്യം ചെയ്യുക. ഇപ്പോൾ തൽക്കാലം വഴി മാറിത്തരിക. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ. ഇനി എപ്പോഴെങ്കിലും മനസ്സ് മാറുകയാണെങ്കിൽ അപ്പോൾ പറയാം. അവരാച്ചൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നേടിയിട്ടേ പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇവളോട് 2 പറഞ്ഞു വിടുകയെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരുത്തിയും അവരാച്ചൻ്റെ മുൻപിൽ വിജയിച്ചിട്ട് ഇവിടെ നിന്നും പോകണ്ട. നീ ആലോചിക്കുന്നത് കൊള്ളാം, പക്ഷേ എനിക്ക് അനുകൂലമായ തീരുമാനം കിട്ടണം. അതില്ലെങ്കിൽ ഞാൻ ബലമായിട്ടാണെങ്കിലും ഉദ്ദേശിക്കുന്നത് നേടും. അതാണ് എൻ്റെ സ്വഭാവം. അങ്ങനെ ആയിപ്പോയി ഞാൻ. അതിപ്പോൾ എൻ്റെ കുറ്റമല്ലല്ലോ. അതെൻ്റെയും കുറ്റമല്ലല്ലോ. താൻ അങ്ങനെയാണെങ്കിൽ തനിക്ക് കൊള്ളാം. അത് ഞങ്ങളുടെ അടുത്ത് അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട. തൻ്റെ സ്വഭാവം ചിലപ്പോൾ മോശമായിരിക്കും. ഞങ്ങൾ പാവങ്ങളുമായിരിക്കാം, ശരി തന്നെ. അതുകൊണ്ട് ഞാനും കുടുംബത്തിൽ പിറന്നതാണ്. കളിയൊന്നും ഇങ്ങോട്ടെടുക്കണ്ട. കത്രീനാമ്മയാണോ ഇത് പറയുന്നത് എന്ന് സിസിലി സംശയിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല. ധൈര്യമുണ്ടാകുന്നതും പേടിയുണ്ടാകുന്നതുമൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ്. നിവൃത്തിയില്ലെങ്കിൽ തനിയെ ധൈര്യം വരും. അങ്ങനെയാണെങ്കിൽ നീ അനുകൂല തീരുമാനം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. അവിടെ നിൽക്ക്. എന്നെ തള്ളി മാറ്റി പോകുന്നത് എനിക്കൊന്ന് കാണണം. സാഹചര്യം മോശമാവുകയാണല്ലോ. ഈ സാഹചര്യത്തിൽ ആരെങ്കിലും സഹായിക്കാൻ ഇല്ലെങ്കിൽ 2 പേരുടെയും കാര്യം കഷ്ടത്തിലാകും. തൊമ്മി പുറകിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല.
അവൻ അവരാച്ചൻ പറയുന്നതിനപ്പുറം ഒരിഞ്ച് അനങ്ങില്ല. എന്താ അവരാച്ച അവരെ പോകാൻ സമ്മതിക്കാതെ നീ വഴിയിൽ തന്നെ നിൽക്കുന്നത്? നിനക്ക് പറ്റിയ പാർട്ടികളല്ലല്ലോ അവർ. വെറുതെ വിട്, പിള്ളേര് പഠിക്കാൻ പോയി വരുന്നതല്ലേ, അവർ വീട്ടിൽ പോകട്ടെ. ആ ശബ്ദം കേട്ടിട്ട് 4 പേരും നോക്കി. അപ്പോൾ അവരാച്ചൻ്റെ തൊട്ടു പുറകിലായി തന്നെ നിൽക്കുന്നുണ്ട് അവതച്ചൻ, കയ്യാല പണിക്കാരൻ അവതച്ചൻ. അവരാച്ചൻ അയാളെ ഒന്ന് തുറിച്ചു നോക്കി. അവനോടിപ്പോൾ ഇവിടെ വെച്ചുടക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് അവരാച്ചന് തോന്നിയത്. ചിലപ്പോൾ അവൻ്റെ ഒറ്റയടിക്ക് താൻ പൊട്ടിയ തറിയിൽ വീണെന്നിരിക്കും. തനിക്ക് വല്ല കയ്യാല കെട്ടുന്ന കാര്യവും നോക്കിയാൽ പോരെ? ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നതെന്തിനാ? എന്നോടുടക്കുന്നത് നല്ലതല്ലെന്ന് തനിക്കറിയാമല്ലോ. എനിക്ക് മേലുകീഴ് നോക്കാനൊന്നുമില്ല, അതറിയാമല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ തൽക്കാലം വഴി മാറി നിൽക്ക്, അവർ പോട്ടെ. നമ്മൾ തമ്മിലുള്ള തർക്കം നമുക്ക് നേരിട്ട് തീർക്കാം. അടിച്ചു തീർക്കാനാണോ അങ്ങനെ, അല്ലാതെ എന്തെങ്കിലും തരത്തിലാണോ അങ്ങനെ? ഏതിനാണേലും അവതയും ഒട്ടും മോശമല്ല മോനെ. മര്യാദയ്ക്ക് പണിയെടുത്തു ജീവിക്കുന്നു എന്നേ ഉള്ളൂ. ഇങ്ങോട്ട് പണിയാൻ വരല്ലേ. ഇപ്പോൾ മാറുന്നതാണ് നല്ലതെന്ന് തോന്നിയ അവരാച്ചൻ വഴിയിൽ നിന്ന് മാറി. കത്രീനായും സിസിലിയും അവരാച്ചൻ വഴിയിൽ നിന്ന് മാറിയ നേരം നോക്കി അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്തു. അവരാച്ചൻ എന്തായാലും അയാളോട് ഉടക്കിനൊന്നും നിന്നില്ല. അയാൾക്ക് നന്നായി അറിയാവുന്നതാണ് അവതച്ചന്. എത്ര വലിയ കല്ലും പൊക്കി കയ്യാലയിൽ വയ്ക്കുന്ന ശക്തമായ കൈകളാണ്. അതുകൊണ്ടൊന്ന് കിട്ടിയാൽ താൻ അട്ട ചുരുളും പോലെ ചുരുളുകയേ ഉണ്ടാവുകയുള്ളൂ. വെറുതെ പാവങ്ങളെ പേടിപ്പിക്കാം എന്നല്ലാതെ തനിക്ക് എത്ര കഴിവുണ്ടെന്നുള്ള ബോധ്യം അയാൾക്ക് നന്നായി ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾ തൽക്കാലം അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. കത്രീനായുടെ മനസ്സിൽ അവതച്ചന് ഒരു വീരപുരുഷൻ്റെ സ്ഥാനമായിരുന്നു. അത്രയും നാട്ടുകാർ ഭയപ്പെടുന്ന ഒരുവനെ ധൈര്യമായി നേരിട്ട് തന്നെ അവനിൽ നിന്ന് മോചിപ്പിച്ച പുരുഷനെ ഏത് സ്ത്രീയാണ് ഇഷ്ടപ്പെടാതിരിക്കുക? മാത്രമാണോ, പുരുഷ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് അയാൾ. അതിശക്തനായ ആ മനുഷ്യൻ്റെ സംരക്ഷണത്തിൽ കഴിയാൻ ഏത് പെണ്ണാണ് ആഗ്രഹിക്കാത്തത്? വേറെ ആരും ആഗ്രഹിച്ചില്ലെങ്കിലും വേണ്ട, താനത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കത്രീനാമ്മ പലവട്ടം മനസ്സിൽ പറഞ്ഞു. പിന്നീട് പലതവണയും അവതച്ചനെ കണ്ടെങ്കിലും അയാൾ വെറും മുരടനാണെന്ന് തോന്നാവുന്ന രീതിയിലാണ് നടപ്പ്. ഒന്ന് സംസാരിക്കുക പോലുമില്ല. എങ്ങനെ ഇയാളെ ഒന്ന് തൻ്റെ വഴിക്ക് കൊണ്ടുവരുമെന്നാണ് പിന്നീട് കത്രീന ആലോചിച്ചത് മുഴുവൻ. ചില ദിവസങ്ങളിൽ വെള്ളം കൊണ്ടു കൊടുക്കാനും കാപ്പിക്ക് വിളിക്കാനും ഒക്കെയായി കത്രീന പോയി തുടങ്ങി. അയാളുമായി ചെറിയ തോതിലൊക്കെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിലും അതങ്ങ് മുന്നോട്ട് നീക്കാൻ കഴിയുന്നില്ല. അതായിരുന്നു കത്രീനയുടെ ഇപ്പോഴത്തെ പ്രശ്നം. അവതച്ചൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതും അയാളുമൊത്ത് കുടുംബജീവിതം നയിക്കുന്നതുമൊക്കെ കത്രീന സ്വപ്നം കണ്ടു നടന്നു. പല തരത്തിലും പരിശ്രമിച്ചെങ്കിലും ഒന്നും വിജയം കണ്ടില്ല. എന്നാലും അവൾ നിരാശ ആവാൻ തയ്യാറായതുമില്ല. അങ്ങനെ ഒരു ദിവസം അവരെ കാപ്പി കുടിക്കാൻ വിളിക്കാൻ വേണ്ടി അവർ പണിയെടുക്കുന്ന സ്ഥലത്തേക്ക് ചെന്നതാണ് കത്രീന. അവളുടെ മനസ്സിൽ അവതച്ചൻ മാത്രമായതുകൊണ്ട് അവളുടെ മുഴുവൻ ശ്രദ്ധയും അയാളിലായിരുന്നു താനും. പരിസരത്ത് എന്ത് നടക്കുന്നു എന്ന് പോലും അറിയാതെ കയ്യാല കെട്ടുന്ന സ്ഥലത്തേക്ക് മെല്ലെ മെല്ലെ നടന്നു പോവുകയാണ് അവൾ. അപ്പോൾ പണിക്ക് വേണ്ടി കല്ലുരുട്ടുന്ന കുറേ പേർ മുകളിലുണ്ടായിരുന്നു. കുത്തനെയുള്ള കുന്നാണ് സ്ഥലം. മുകളിൽ നിന്ന് കല്ലുരുട്ടുന്നത് നല്ല വേഗതയിലാണ് താഴേക്ക് വരുന്നത്. ഉരുണ്ടുവരുന്ന ഒരു കല്ലെങ്ങാനും കത്രീനയുടെ ദേഹത്ത് കൊണ്ടെങ്കിൽ കത്രീനയും കല്ലും തെറിച്ച് ദൂരേക്ക് പോവുകയുള്ളൂ. ബാക്കി കിട്ടിയാൽ ഭാഗ്യമെന്ന് പറയാം. മുകളിൽ നിന്ന് താഴേക്ക് കല്ലുരുട്ടി വിടുന്ന അവതച്ചൻ്റെ സഹായി കത്രീന വരുന്നത് കണ്ടതേയില്ല. അവൻ്റെ കയ്യിൽ നിന്നും കല്ല് പോയി കഴിഞ്ഞിട്ടാണ് നടന്നു വരുന്ന കത്രീനയെ കണ്ടത്. അവൻ കുറേ ഒച്ച വെച്ചു, എങ്കിലും അവൾ അതൊന്നും കേട്ടില്ല. യാതൊന്നും സംഭവിക്കാത്തതുപോലെ അവൾ മുന്നോട്ട് നടന്നു. അപ്പോൾ അവതച്ചൻ തല പൊക്കി നോക്കി. അതാ കത്രീന വരുന്നു. മുകളിൽ നിന്ന് കല്ലുരുണ്ട് താഴേക്കും വരുന്നുണ്ട്. കുറഞ്ഞ സമയമേ കിട്ടൂ, അവളെ രക്ഷപ്പെടുത്തണം. ഇപ്പോൾ കല്ല് വരുന്ന ലക്ഷണത്തിന് കൃത്യം അവളുടെ ദേഹത്തേക്കായിരിക്കും കല്ലിടിക്കുക. പിന്നെ അവൾ ബാക്കി ഉണ്ടാകുമോ എന്ന് പറയാനും പറ്റില്ല. എന്തു വന്നാലും വേണ്ടില്ല, അവൾക്ക് അങ്ങനെ ഒരു അപകടം വരാൻ പാടില്ല. അയാൾ എങ്ങനെ അവിടെ എത്തിയെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ. കല്ലെത്തുന്നതിന് മുമ്പേ കത്രീനയെ പിടിച്ച് വഴിയിൽ നിന്ന് മാറ്റി. അവൾക്ക് ഒന്നും പിടികിട്ടിയില്ല. ബലിഷ്ഠമായ കരങ്ങളാൽ ഉയർന്നു പൊങ്ങി അവിടെ നിന്ന് മാറി എന്ന് മാത്രം അറിയാം.
ആരാണ് തന്നെ പൊക്കിയതെന്ന് നോക്കുമ്പോൾ ആണ് ക്ഷമ പറയുന്ന ഭാവത്തോടെ ഔതച്ചൻ നിൽക്കുന്നത്. എന്തു വരവാ കൊച്ചേ വന്നത്? മുകളിൽ നിന്ന് കല്ലുരുട്ടി വിടുകയായിരുന്നില്ലേ കയ്യാലപ്പണിക്ക് വേണ്ടി? കൃത്യം അങ്ങോട്ട് തന്നെ വന്നാൽ ഉരുണ്ടുവരുന്ന കല്ലിനടിയിലായി പോവില്ലേ? അടിച്ചിലിൽ വീണ എലിയെപ്പോലെ ആയി പോകും അവസ്ഥ. പിന്നെ ബാക്കി കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു മാറ്റിയത്. എന്നോടൊന്നും തോന്നരുത്. പിടിച്ചു മാറ്റപ്പെടാൻ ആഗ്രഹിച്ച് നടക്കുന്ന എന്നെ പിടിച്ചു മാറ്റിയത് എനിക്ക് സന്തോഷമല്ലാതെ പ്രത്യേകം എന്തു തോന്നാനാ എന്ന് പറയാനായിരുന്നു അവളുടെ ആഗ്രഹം. എന്നാലും അങ്ങനെയൊന്നും പറഞ്ഞില്ല. കാപ്പി കുടിക്കാൻ വിളിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞു. അത് കേട്ടിട്ട് നിങ്ങളെ വിളിക്കാൻ ഞാൻ വന്നതാ. എല്ലാവരോടും വരാൻ പറഞ്ഞു. ഞാനിതാ പോകുന്നു. തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും ഔതച്ചൻ പണിസ്ഥലത്തെത്തിക്കഴിഞ്ഞു. ഒരു നന്ദി വാക്കുപോലും പറഞ്ഞില്ല. ഇനിയും എപ്പോഴെങ്കിലും സമയം കിട്ടും. ഏതായാലും തൻ്റെ ആഗ്രഹങ്ങൾ നടന്നേക്കും എന്ന് തോന്നുന്നുണ്ട്. എന്തൊരു ഉറപ്പാണ്! ശരീരത്തിൽ തൊട്ട ഭാഗം ചുമന്നു കിടക്കുന്നു. ഇയാളുടെ കൈകളെന്താ ഇരുമ്പാണോ? അത്രയും ഉറപ്പ്. ആ ഉറപ്പ് താൻ തൻ്റേതാക്കി മാറ്റും. അത് കത്രീനാമ്മയ്ക്ക് കഴിയുമോ? അടുത്ത ഭാഗത്തിൽ കാണാം.